بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد ما هو الغلو എന്താണ് ഗുലു എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഗുലു എന്ന് പറയാ മുജാവസത്തുൽ ഹദ് പരിധി വിടുക അതിര് കവിയ ഏത് കാര്യത്തിലാണ് ഫിൽ അഖായിദ് വഫിൽ അഅമാൽ വഫിൽ അഹ്കാം അഖീദയുടെ കാര്യത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ അതേപോലെ ഹുക്കുമിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ അമലിന്റെ കാര്യത്തിൽ അതിൽ ശർഅ് അനുവദിച്ചിട്ടുള്ള പരിധി ലംഘിക്കുന്നതിനാണ് ഒരു വ്യക്തി ദീനിൽ അതിര് കവിഞ്ഞു എന്ന് പറയാം. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഗുലു സംഭവിക്കുന്ന ഉദാഹരണം എന്താണ്? അതായത് അല്ലാഹു തആല അനുവദിച്ചൊരു കാര്യം ഹറാമായിട്ട് വിശ്വസിക്കുക, ഹറാമാണെന്ന് വിശ്വസിക്കുക. അതല്ലെങ്കിൽ ഒരു കുഫറിലേക്ക് എത്താത്ത ഒരു ബിദഅത്ത് ചെയ്യുന്ന വ്യക്തിയെ കാഫിറെന്ന് ഹുക്ം ചെയ്യുക. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഹബാക്കിയിട്ടുള്ള ഒരു കാര്യത്തെ വാജിബാണെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ അഖീദപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുലുവാണ്. അതേപോലെ തന്നെ അത് ഹുക്കുമിൽ സംഭവിക്കുന്ന ഗുലുവാണ്. അതേപോലെ തന്നെ അമലുകളിൽ സംഭവിക്കുന്നതാണ് സ്വന്തം നഫ്സിന് താങ്ങാൻ സാധിക്കാത്ത, അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുക, പകൽ എല്ലാ ദിവസവും പകൽ നോമ്പെടുക്കുക, അതൊക്കെ സ്വന്തത്തിന് മേലെ വാജിബാക്കുക. ഇനി അതിന്റെ ഹുക്കം എന്താണ്? മാ ഹുക്മുൽ ഖുലൂ, ഖുലൂവിന്റെ ഹുക്കം എന്താണ്? ബിദ്അ മുൻകറ, ബിദ്അത്തുൽ മുൻകറ. അതിന്റെ അസ്ൽ ബിദ്അത്താണ്, അത് കുഫറിലേക്കും എത്തിപ്പെടാം. അതായത് സ്വാലിഹായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ ഖബറിലുള്ള വ്യക്തി തനിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് കുഫറിലേക്ക് എത്തുന്ന ബിദ്അത്താണ്, ഗുലുവാണ്. അതേസമയം അത് കുഫറിലേക്ക് എത്തുന്നതാണ്. قال رحمه الله باب ما جاء من التغليظ في من عبد الله عند قبر رجل صالح فكيف إذا عبده. باب ما جاء من التغليظ في من عبد الله عند قبر رجل صالح فكيف إذا عبده. التغليظ എന്താണ് തഗ്ലീദ് എന്ന് പറഞ്ഞാൽ? തഗ്ലീദ് എന്ന് പറഞ്ഞാൽ പരിക്കനായിക്കൊണ്ട് പെരുമാറുക, കാർക്കശ്യത്തോടുകൂടി കർക്കശമായിക്കൊണ്ട് സംസാരിക്കുക, അതാണ് തഗ്ലീദ് എന്ന് പറയാം. ആരോടാണ്? ഫീമൻ അബദല്ലാഹ് ഇൻദ ഖബരി റജുലിൻ സാലിഹ്, സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന് സമീപം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനോട് കർക്കശമായി കൊണ്ട് പെരുമാറുക എന്ന ബാബ്. സ്വാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന് സമീപം വെച്ച് അവൻ ആരെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെയുള്ളവനോട് കർക്കശമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. അങ്ങനെയാണെങ്കിൽ ഫകൈഫ ഇദാ അബദഹു, ആ സ്വാലിഹായ വ്യക്തിയെ ഇബാദത്ത് ചെയ്യുന്നവനോട് എങ്ങനെ പെരുമാറണം? അപ്പൊ അതിനേക്കാളും അശ്രദ്ധായി കൊണ്ടാണ് പെരുമാറേണ്ടത്. മുനാസബത്തു ഹാദൽ ബാബ് ലിമാ ഖബ്ല, മുമ്പ് പറഞ്ഞ ബാബുമായിട്ട് ഈ ബാബുവിനുള്ള ബന്ധം അല്ലെങ്കിൽ അതിന്റെ ഒരു അനുയോജ്യത എന്ന് പറയുന്നത് എന്താണ്? ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറിന് സമീപം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ആ ഖബർ ചെയ്യപ്പെട്ട വ്യക്തിയോടുള്ള ഗുലുവാണ്. ഖബറിൽ അടക്കപ്പെട്ട വ്യക്തിയോടുള്ള ഗുലുവിൽപ്പെട്ടതാണ്. ഫലാ യജൂസു ദാലിക്, അത് അനുവദനീയമല്ല.
പ്രത്യേകമായി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി, ഉദാഹരണത്തിന് നമസ്കരിക്കണം, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ സ്വാലിഹായ വ്യക്തിയുടെ ഖബറിന് അടുത്ത് വന്ന് നമസ്കരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇബാദത്തിന് വേണ്ടി പ്രത്യേകം സ്വാലിഹായ ആളുകളുടെ ഖബറിന് സമീപം വന്നുകൊണ്ട് അവിടെ തെരഞ്ഞെടുത്തുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് ആ മറമാടപ്പെട്ട ആളോടുള്ള ഗുലുവിൽപ്പെട്ടതാണ്. അത് ഗുലുവിൽപ്പെട്ടതാണ്. അതാണ് ഈ ബാബും നേരത്തെ പറഞ്ഞ ബാബും തമ്മിലുള്ള ബന്ധം. ഖാല റഹിമഹുല്ലാഹ് ഫി സ്വഹീഹ്, അവിടെ ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരി വ മുസ്ലിം. ഫി സ്വഹീഹി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന ഉമ്മ സലമ ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها في أرض الحبشة وما فيها من الصور. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഹബശയിൽ കണ്ട കനീസയിൽ, കനീസ എന്ന് പറഞ്ഞാൽ എന്താ? മഅബദുൻ നസാറ, നസാറാക്കളുടെ ആരാധ്യ സ്ഥലം, ചർച്ചുകൾ, അതാണ് കനീസ. മഅബദുൻ നസാറ. അപ്പൊ അവിടെ ഹബശയിൽ വെച്ച് നസാറാക്കളുടെ കനീസയിൽ വെച്ച് കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയാണ്. അവിടെ ആ കനീസയിൽ അവർക്കൊണ്ട് അവർ ചിത്രങ്ങൾ കണ്ടു. فقال صلى الله عليه وسلم أولئك إذا مات فيهم الرجل الصالح أو العبد الصالح بنوا على قبره مسجدا. رسول الله صلى الله عليه وسلم പറഞ്ഞു, ഉലായിക്, ആ വ്യക്തികൾ, ആ ആളുകൾ, അതായത് നസാറാക്കൾ, ഇദാ മാത ഫീഹിം അർറജുലു സാലിഹ്, അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ സാലിഹായ ഒരു അടിമ മരണപ്പെട്ടാൽ, ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, ആ വ്യക്തിയുടെ ഖബറിന്റെ മുകളിൽ അവര് മസ്ജിദ് ഉണ്ടാക്കും. താഴെ ഖബർ, അതിനു മുകളിൽ അവർ മസ്ജിദ് നിർമ്മിക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ വ്യക്തിയുടെ ചിത്രങ്ങൾ അവരവിടെ സ്ഥാപിക്കും. വസവ്വറു ഫീഹി തിൽക സുവർ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരായിട്ടുള്ള സൃഷ്ടികളാണ് അവർ, അക്കൂട്ടർ. ഫഹൗലായി ജമഉ ബൈനൽ ഫിത്നതൈൻ, അപ്പോൾ അവിടെ നസാറാക്കൾ രണ്ട് ഫിത്നകളാണ് ജമഅ ചെയ്തത്. ഒന്നാമത്തെ ഫിത്ന ഫിത്നത്തുൽ ഖുബൂർ, രണ്ടാമത്തെ ഫിത്ന ഫിത്നത്ത് അത്തമാസീൽ ഐ സുവർ. ഒന്ന് ചിത്രങ്ങളുടെ ഫിത്ന, രണ്ടാമത്തത് ഖബറിന്റെ ഫിത്ന. ഒന്ന് അവരുടെ ഖബറിന്റെ മുകളിൽ അവരെന്ത് ചെയ്തു? ഈ വ്യക്തിയുടെ ഖബറിന്റെ മുകളിൽ പള്ളികൾ ഉണ്ടാക്കി. രണ്ടാമത്തത് അവരുടെ ചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചു. അർദുൽ ഹബശ, ഹബശ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഇത്യോപ്യ എന്നറിയപ്പെടുന്ന, അതേപോലെ അതിനു ചുറ്റുമുള്ള ചില പ്രദേശങ്ങൾ കൂടിയിട്ടാണ് മുൻപ് ഹബശ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്നും ആ നാട് ബിലാദ് എന്താണ്? നസ്രാനിയ, നസ്രാനികളുടെ നാടാണ്. അതിന് ഹുക്കൂമ നസാറാക്കളാണ്. فأولئك إذا مات فيهم الرجل الصالح أو العبد الصالح بنوا على قبره مسجدا. അവരിൽ ആരെങ്കിലും സാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവരുടെ ഖബർ, ആ ഖബറിന്റെ മുകളിലായിക്കൊണ്ട് അവർ മസ്ജിദ് ഉണ്ടാക്കുന്നതാണ്. هناك شبهة لو قال قائل هذا قبر رسول الله صلى الله عليه وسلم قد عمرت عليه قبة عظيمة وانفقت فيها الأموال. ഒരു വ്യക്തി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, മദീനയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ ഖബറിന്റെ മുകളിൽ വളരെ വലിയ ഖുബ്ബ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കപ്പെട്ടു. അപ്പൊ അതെങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നസ്രാനികൾ അങ്ങനെ ചെയ്തതിന് ആക്ഷേപിച്ചു. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിലായി കൊണ്ട് ഖുബ്ബ സ്ഥാപിച്ചിരിക്കുന്നു, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? ചില ശുഭത്താണ്.
قال الجواب قال الإمام الصنعاني رحمه الله هذا جهل عظيم بحقيقة الحال. അവിടുത്തെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ആ ഖുബയുമായി ബന്ധപ്പെട്ട അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാത്തതാണ്. فإن هذه القبة ليس بناء منه صلى الله عليه وسلم. ഒന്നാമത് ആ ഖുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സൃഷ്ടിക്കപ്പെട്ടതല്ല, ഉണ്ടാക്കിയിട്ടുള്ളതല്ല. വലാ മിൻ അസ്ഹാബിഹി വലാ മിൻ താബിഈഹിം വലാ താബിഇ താബിഈൻ. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വഹാബികളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ചതല്ല, അവർ ഉണ്ടാക്കിയതല്ല ആ ഖുബ. വലാ മിൻ ഉലമാഇ ഉമ്മത്തിഹി വഇമ്മത്തി മില്ലത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കളോ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇമാമിങ്ങളോ അവരാരും അല്ല ആ ഖുബ നിർമ്മിച്ചത്. ബൽ ഹാദിഹിൽ ഖുബ അൽ മഅമൂല അലാ ഖബ്രി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്നിയതി ബഅദിൽ മുലൂക് മിസ്ർ അൽ മുതഅഖിരീൻ. നേരെ മറിച്ച് ആ ഖുബ നിർമ്മിച്ചത് മിസ്രിലുള്ള ചില രാജാക്കന്മാരാണ്. ഹിജ്റ 678 മറ്റോ മിസ്രിലുള്ള ചില രാജാക്കന്മാരാണ് ആ ഖുബ നിർമ്മിച്ചിട്ടുള്ളത്. ഫഹാദിഹി ഉമൂറുൻ ദൗലിയ ലാ ദലീലിയ. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് മുകളിൽ ഖുബ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതെന്തല്ല, ദീനിൽ തെളിവല്ല, നേരെ മറിച്ച് ദൗലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഫഹാദി ഉമൂർ ദൗലിയ ലാ ദലീലിയ. അതെന്തല്ല, തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സ്വഹാബികളോ അവരെ തുടർന്ന് വന്ന താബിഈങ്ങളോ തബിതാബിഈങ്ങളോ അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ ഉലമാക്കളോ ഇമാമിങ്ങളോ ആരും തന്നെയല്ല നിർമ്മിച്ചിട്ടുള്ളത്, നേരെ മറിച്ച് ചില മിസ്രിലുള്ള രാജാക്കന്മാരാണ്. അതെന്തല്ല, ദീനിൽ തെളിവല്ല. طيب إذا قال قائل نحن الآن واقعون في مشكلة بالنسبة لقبر الرسول صلى الله عليه وسلم الآن فإنه في وسط المسجد فما هو الجواب؟ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മസ്ജിദിന്റെ നടുക്കാണ്. അപ്പൊ മസ്ജിദിന്റെ നടുവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്നവർ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ആ പള്ളിയിൽ നമസ്കരിക്കുക? അപ്പൊ മസ്ജിദുൻ നബവിയിൽ എങ്ങനെയാണ് പള്ളിയിൽ ആ ഖബറുണ്ടായിരിക്കുക, നമസ്കരിക്കുക? അതാണ് ഒരു ഇഷ്കാൽ. അൽ ജവാബ് അലാ ദാലിക മിൻ വുജൂഹ്. അതിന് പലതരത്തിൽ അതിന് നമുക്ക് മറുപടി പറയാം. ഒന്നാമത്തത് അന്നൽ മസ്ജിദുൻ നബവി ലം യുബ്ന അൽ ഖബർ. ഒന്നാമതായിക്കോട്ടെ, ആ പള്ളി ഖബറിന് മേലെയല്ല നിർമ്മിക്കപ്പെട്ടത്, പള്ളിയാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബൽ ബുനിയൽ മസ്ജിദു ഫി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ്, ജീവിച്ചിരിക്കുന്ന സമയത്താണ് പള്ളി നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ ഖബറിന്റെ മുകളിലല്ല പള്ളി. രണ്ടാമത്തത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുദ്ഫൻ ഫിൽ മസ്ജിദ് ബൽ ദുഫിന ഫി ബൈതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കപ്പെട്ടത് പള്ളിയിലല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. മൂന്നാമത്തത് അന്ന ഇദ്ഖാല ബുയൂത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻഹാ ബൈതു ആയിഷ മഅൽ മസ്ജിദ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മസ്ജിദുമായി കൊണ്ട് കൂട്ടിച്ചേർത്തത് സ്വഹാബികളുടെ ഇത്തിഫാഖോട് കൂടിയല്ല, സ്വഹാബികളുടെ ഇജ്മാഓട് കൂടിയിട്ടല്ല. ബൽ بعد أن قرض أكثرهم ولم يبق منهم إلا القليل. നേരെ മറിച്ച് സ്വഹാബികൾ അധിക സ്വഹാബികളും മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ذلك في عام 94 തഖരീബൻ بعد الهجرة. ഹിജ്റ 94 ആ പ്രവൃത്തി ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടും അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും പള്ളിയുമായി ചേർത്തത്. അത് സ്വഹാബികളുടെ ഇത്തിഫാഖോട് കൂടിയല്ല, നേരെ മറിച്ച് അധികം സ്വഹാബികളും അതിനു മുമ്പ് ആ സമയത്തിന് മുമ്പ് മരണപ്പെട്ടിരുന്നു. വലൈസ മിമ്മ അജാസഹു സ്വഹാബ ഔ അജ്മഉ അലൈഹി. സ്വഹാബികൾ അനുവദിച്ച ഒരു കാര്യവുമല്ല, അവർ ഇജ്മായിലായിട്ടുള്ള ഒരു കാര്യവുമല്ല അത്.
എന്ന് മാത്രമല്ല അന്ന ബഅദഹും ഖാലഫ ഫി ദാലിക്, ആ കാര്യത്തിൽ പല സ്വഹാബികളും അതിനെതിരാകുകയാണ് ചെയ്തത്. വമിമ്മൻ ഖാലഫ അയ്ദൻ സഈദ് ഇബ്നുൽ മുസയ്യബ് മിന താബിഈൻ ഫലം യർദ ബിഹാദൽ അമൽ. അന്ന് ജീവിച്ചിരുന്ന താബിഈങ്ങളിൽപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ്, അദ്ദേഹം ആ ഒരു പ്രവൃത്തിക്ക് എതിരായിരുന്നു. അതേപോലെ ഒരിക്കലും അദ്ദേഹം ആ പ്രവൃത്തിയിൽ തൃപ്തിപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് സ്വഹാബികൾ ഇത്തിഫാഖോടുകൂടി അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടിയോ അല്ല അത് ചെയ്തിട്ടുള്ളത്. നാലാമത്തത് അന്നൽ ഖബ്റ ലൈസ ഫിൽ മസ്ജിദ്, റസൂലുള്ളാഹിയുടെ ഖബർ മസ്ജിദിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിനുള്ളിലല്ല. ഹത്താ ബഅദ ഇദ്ഖാലി, അപ്പോൾ പള്ളിയുമായി കൊണ്ട് റസൂലിനെ വീട് കൂട്ടിച്ചേർത്തപ്പോൾ പോലും ആ ഖബർ പള്ളിയുടെ ഉള്ളിലായിട്ടില്ല. ലിഅന്നഹു ഫീ ഹുജ്റത്തിൻ മുസ്തഖില്ല അനിൽ മസ്ജിദ്, മസ്ജിദിൽ നിന്ന് വേറിട്ട് തന്നെ വേറിട്ടിട്ടുള്ളൊരു മുറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഖബർ. ഫലൈസൽ മസ്ജിദ് മബ്നിയൻ അലൈഹി, അതിന്റെ മേലെയല്ല മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ആ റസൂലുള്ളാഹിയുടെ ഖബർ 4 ഭാഗത്തും വലിയ ചുമരുകളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും ആ പള്ളിന്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ ഇതുമായി ബന്ധപ്പെട്ടല്ല ഖബർ നിലനിൽക്കുന്നത്, അത് വേറെ തന്നെയാണ്. എല്ലാ ഭാഗത്തും മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ആ ഖബറിലേക്ക് ഖിബ്ലയുമായി കൊണ്ട് ഖബറിലേക്ക് മുന്നിടുന്ന ഒരു അവസ്ഥ വരുന്നില്ല. ഇപ്പൊ 2 ഫിത്നകളാണ് ഇവിടെ നസാറാക്കൾ ജമ്മു ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ, രണ്ടാമത് ഫിത്നത്ത് അത്തമാസീൽ, ഫിത്നത്തുൽ സുവർ. طيب قال رحمه الله ولهما عنها قالت، ولهما أي في البخاري ومسلم لما نزل برسول الله صلى الله عليه وسلم طفق يطرح خميصة له على وجهه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മരണത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, മരണക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് തൗഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന കമ്പിളി കൊണ്ടുള്ള ഒരു വസ്ത്രം, ആ വസ്ത്രം അദ്ദേഹം തന്റെ മുഖത്ത് ഇടുമായിരുന്നു. ഫഇദാ യഗ്തമ്മ ബിഹാ കശഫഹ, അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ, ശരീരത്തിന്റെ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം മാറ്റുകയും ചെയ്യും മുഖത്തു നിന്ന്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ കദാലിക്, അപ്പോൾ ആ അവസ്ഥയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. യഹൂദ നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. وهذا رد على الذين قالوا لا يجوز لعن اليهود والنصارى. യഹൂദി നസാറാക്കളെ ശപിക്കാൻ പാടില്ല, അത് അനുവദനീയമല്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണമാസന്നമായ സന്ദർഭത്തിലാണ് പോലും യൂദ നസാറാക്കൾ ഈ ഒരു പ്രവൃത്തി കാരണത്താൽ, അതായത് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി, അതായത് ഇബാദത്തിനുള്ള കേന്ദ്രങ്ങളാക്കി എന്ന കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂദ നസാറാക്കളെ ശപിച്ചു. وهذا رد على الذين قالوا لا يجوز لعن اليهود والنصارى مثل القرضاوي يقول أنه لا يجوز لعن وسب الدعاء الكافرين هذا باطل. ഖർദാവിയുടെ അഭിപ്രായം യൂദ നസാറാക്കളെ ശപിക്കാൻ പാടില്ല, അവർക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല, കാഫിര്യങ്ങൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. അത് അഭിപ്രായം എന്താണ്? ബാത്തിലാണ്, ആ വിശ്വാസം ബാത്തിലാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ ആസന്നമായ അവസ്ഥയിൽ പോലും യൂദ നസാറാക്കളെ ശപിച്ചു.
ഫലഅനഹും ജുംലതൻ വസബ്ബഹും ജുംല വദ്ദുആ അലൈഹിം ജുംലതൻ മശ്റൂഅ. അപ്പോൾ അവർക്കെതിരെ മൊത്തമായി കൊണ്ട് അവരെ ശപിക്കലും അവരെ ആക്ഷേപിക്കലും അവർക്കെതിരെ ദുആ ചെയ്യലും അനുവദനീയമാണ്. അപ്പോൾ മൊത്തത്തിൽ ജൂത നസാറാക്കൾക്കെതിരെ കാഫിരീങ്ങൾക്കെതിരെ ദുആ ചെയ്യുക, അവരെ ശപിക്കുക എന്നുള്ളത് ജായിസാണ്. പിന്നെ ഏതാണ് വിരോധിക്കപ്പെട്ടത്? അവരിലെ വ്യക്തികളെ പ്രത്യേകമായി കൊണ്ട് ശപിക്കുന്നത് വിരോധിക്കപ്പെട്ടു. വൈന്നമൽ മൻഹി അൻഹു അൽഅൻ അലൽ മുഅയ്യൻ, വ്യക്തികളെ പേരെടുത്തുകൊണ്ട് ശപിക്കുക അത് അനുവദനീയമല്ല. വലൗ കാന കാഫിറൻ, കാഫിറാണെങ്കിൽ പോലും, ആ വ്യക്തി കാഫിറാണ് മുശ്രിക്കാണെങ്കിൽ പോലും ആ വ്യക്തിയെ പ്രത്യേകമായി പേരെടുത്ത് ശപിക്കുക എന്നുള്ളത് പാടില്ല. ഫലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഇത്തിഖാദ് ഖുബൂറുൽ അംബിയ മസാജിദ്, അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നുള്ളത് ഏത് ബാബിൽപ്പെട്ടതാണ്? മിൻ ബാബ് അൽ ഖുലൂ, ഖുലൂവിന്റെ ബാബിൽപ്പെട്ടതാണ്. അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നുള്ളത് ഖുലൂവിൽപ്പെട്ടതാണ്, ഖുലൂവിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. വഇദാ അന്നഹു മിൻ ബാബിൽ ബിദ്അ, ബാബ് അൽ ബിദ്അ യതഅബ്ബദൂന അല്ലാഹു സുബ്ഹാനഹു വതആല ബിമാദാ ബിഖുലൂബിഹിം ഫിസ് സാലിഹീൻ. അല്ലാഹു തആലയെ സ്വാലിഹീങ്ങളോടുള്ള അവരുടെ ഖുലൂവ് കൊണ്ട് ഇബാദത്ത് ചെയ്യുക, അമ്പിയാക്കളോട് അവർക്കുള്ള ഖുലൂവ് കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹു തആല ശറഅക്കാത്ത, അല്ലാഹു തആല അനുവദിക്കാത്ത രീതിയിലാണ് അവർ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യുന്നത്. ഹദാ മിനൽ ഖുലൂവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസ്, എന്തുകൊണ്ടാണ് അവിടെ ജൂത നസാറാക്കളുടെ കാര്യം അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്? അവർ ഈ ഉമ്മത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ കാരണം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്താണ്. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാ. തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി കൊണ്ട് നിങ്ങൾ പിൻപറ്റുന്നതാണ്. അതായത് ജൂത നസാറാക്കളെ ഈ ഉമ്മത്ത് വളരെ സൂക്ഷ്മമായി കൊണ്ട് പിൻപറ്റും. അതിൽപ്പെട്ടതാണ് അമ്പിയാക്കളുടെ ഖബറുകളെ അള്ളാഹുവിനുള്ള ഇബാദത്തിനുള്ള കേന്ദ്രങ്ങളാക്കിയെന്നത്. ഇന്ന് കുബൂരികളാണെങ്കിലും ഈ പറയുന്ന ജൂത നസാറാക്കളുടെ സുന്നത്തിനെ പിൻപറ്റുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അള്ളാഹുവിന് ഇബാദത്തിനുള്ള കേന്ദ്രങ്ങളാക്കിയവരാണ് ഖുബൂരികൾ, സൂഫികൾ. طيب وهم الآن اتخذوا وبنوا المساجد واتوا يعبدون الله عند هذا القبر. ഈ ഖബറിന്റെ സമീപം വന്നുകൊണ്ട് അല്ലാഹു തആലയെ അവർ ഇബാദത്ത് ചെയ്യും. അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ ഏതെങ്കിലും വ്യക്തികളുടെ ഖബറിന് സമീപം വന്ന് അവർ അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യും. എന്താണ് ആ ഇബാദത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം? മാദാ യുരീദൂന മിൻ വറാ ഹാദാ തഅബ്ബുദ് അത്തഖറബ് ഇലല്ലാഹ് ബിദാലിക്. അല്ലാഹു തആലയോട് സാമീപ്യം തേടുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഹും ഇന്നമാ യക്ഫുറൂന ബിഹാദൽ ഫിഅൽ. ആ ഒരു പ്രവൃത്തി കൊണ്ടവർ കാഫിറുകളായി തീരുന്നു. സ്വാലിഹീങ്ങളുടെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ഖബറിന് സമീപം വന്ന് അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവര് അള്ളാഹുവിനോട് അതുകൊണ്ട് തഖറബ്, സാമീപ്യം നേടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് എന്താണ്? ശിർക്കാണ്, അതേപോലെ തന്നെ കുഫ്റാണ്. ആ ഒരു പ്രവൃത്തി കൊണ്ട് അവർ കാഫിറുകളായി തീരും. طيب قال رحمه الله ولمسلم عن جندب بن عبد الله رضي الله عنه. جندب بن عبد الله كنيته أبو عبد الله. جندب بن عبد الله البجلي رضي الله عنه قال سمعت النبي صلى الله عليه وسلم قبل أن يموت بخمس وهو يقول. جندب بن عبد الله رضي الله عنه പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് 5 ദിവസം മുമ്പേ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ ഫഇന്ന അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല കമ ഇത്തഖദ ഇബ്രാഹീമ ഖലീല വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീലൻ ലത്തഖദ്തു അബാ ബക്രിൻ ഖലീല ഇന്നി അബ്റഉ ഇലല്ലാഹി
അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളിൽ ആരെങ്കിലും എന്റെ കൂട്ടുകാരനായിരിക്കുക എന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ മുക്തനാണ്. അതായത് നിങ്ങളിൽ ഒരാളെയും ഞാൻ കൂട്ടുകാരനാക്കിയിട്ടില്ല. ഫഇന്ന അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, തീർച്ചയായും അല്ലാഹു തആല എന്നെ കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു. കമത്തഖദ ഇബ്രാഹിമ ഖലീല, ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കൂട്ടുകാരനാക്കിയതുപോലെ. വലൗ കുൻതു മുത്തഖിദ മിൻ ഉമ്മതി ഖലീലൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല, അബൂബക്കർ അസ്സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു. അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, റസൂലുള്ളാഹി പറഞ്ഞു, ഇതെപ്പോഴാണ്? മരണത്തിന് 5 ദിവസം മുമ്പ്. അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ആരാണ്? മൻ കാന ഖബ്ലകും അൽ യഹൂദ് വൻ നസാറ കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്, മസ്ജിദുകളായിക്കൊണ്ട് സ്വീകരിക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഖബറുകളെ മസ്ജിദുകളായിക്കൊണ്ട് മാറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശം യാനി അസ്സലാ ഇൻദൽ ഖുബൂർ മിനൽ ഗുലൂ വഇല്ലം യുബ്ന മസ്ജിദ്, അപ്പൊ ആ ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ആ ഖബറിന്റെ സമീപം വെച്ച് നമസ്കരിക്കലും അതേപോലെ മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്യലും ഈ പറയുന്ന ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നതിന്റെ പരിധിയിൽ വരും. ഖബറിനെ മസ്ജിദുകളാക്കുക എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിന്റെ മുകളിൽ മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ആ ഖബറിന്റെ സമീപം വന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് ആ ഖബറിനെ മസ്ജിദായി മാറ്റുന്നതിൽ പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതിന്റെ പരിധിയിൽ വരും. قال فقد نهى عنه في آخر حياته, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഇതിനെ സംബന്ധിച്ച് റസൂൽ വിരോധിച്ചു. ഇതിനെ തൊട്ട് മസ്ജിദുകളെ ഖബറുകളെ മസ്ജിദുകളാക്കുന്നതിനെ തൊട്ട് വിരോധിച്ചു. ثم إنه لعن وهو في السياق من فعله, അങ്ങനെ ചെയ്യുന്നവരെ, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരെ അല്ലെങ്കിൽ ഖബറിനെ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക്, ആ ഖബറിന്റെ സമീപം നമസ്കരിക്കലും അതിൽപ്പെട്ടതാണ്. വഇല്ലം യുബ്ന മസ്ജിദ്, ആ ഖബറിന്റെ മേലെ മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും. വഹുവ മഅന ഖൗലിഹാ ഖുശിയ അൻ യത്തഖിദ മസ്ജിദ, ഖുശിയ അൻ യത്തഖിദ മസ്ജിദ, അപ്പൊ തന്റെ ഖബറിനെ തനിക്ക് ശേഷം മസ്ജിദാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു. ജൂത നസാറാക്കൾ ചെയ്തതുപോലെ തന്റെ ഉമ്മത്ത് തന്റെ ഖബറിനെ മസ്ജിദാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ഫഇന്ന സ്വഹാബ ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, സ്വഹാബികൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മേലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബറിനെ മസ്ജിദാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഖബറിന്റെ മുകളിൽ നിർമ്മിച്ചിട്ടില്ല. വകുല്ലു മൗദിഇൻ ഖസദത്തി സ്വലാ ഫീഹി ഫഖദ് ഇത്തഖദ മസ്ജിദൻ, ഇപ്പൊ ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥലമാണോ നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഏത് സ്ഥലമാണോ, എല്ലാ സ്ഥലങ്ങളും, അതായത് നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? അത് മസ്ജിദായിക്കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദൻ, ഏത് സ്ഥലങ്ങളിലാണോ നമസ്കരിക്കപ്പെടുന്നത് ആ സ്ഥലങ്ങളൊക്കെ മസ്ജിദ് എന്ന് വിളിക്കപ്പെടും. കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദൻ, ഏത് സ്ഥലങ്ങളാണോ നമസ്കരിക്കപ്പെടുന്നത് ആ സ്ഥലങ്ങളെല്ലാം വിളിക്കപ്പെടുന്നത് എന്താണ്? മസ്ജിദ് എന്നാണ്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ, ജുഇലത് ലിയൽ അർദ് മസ്ജിദൻ വതഹൂറ, എനിക്ക് ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദും തഹൂറും ഉള്ളതാക്കിയിരിക്കുന്നു. ഇപ്പൊ ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം, കൃത്യമായി കൊണ്ട് വിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലൊഴികെ.
ബാക്കി എല്ലാ സ്ഥലങ്ങളും നമസ്കരിക്കാം. അതാണ് അതിന്റെ അസ്ല്. ഭൂമിയിലെ എല്ലാ സ്ഥലവും നമസ്കരിക്കാവുന്നതാണ്. ജുഅലത്തിൽ അർദു മസ്ജിദൻ വതഹൂറ, എല്ലാ ഭൂമിയിലെ എല്ലാ സ്ഥലവും തഹൂറാണ്, ശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ അത് മസ്ജിദുമാണ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ എവിടെ നമസ്കരിക്കുന്നോ അത് മസ്ജിദാണ്, വിരോധിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒഴികെ. ഉദാഹരണത്തിന് ഏതാണ്? ഹമ്മാമാത്ത്, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ ആല, അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഖബറിന്റെ സമീപം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മക്ബറ, അവിടെ എല്ലാം നമസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. ഏത് സ്ഥലത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് അത് മസ്ജിദായി തീരും. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ. طيب ولأحمد بسند جيد عن ابن مسعود رضي الله عنه مرفوعا إن من شرار الناس من تدركهم الساعة وهم أحياء والذين يتخذون القبور مساجد. إن من شرار الناس, ജനങ്ങൾ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? മൻ തുദ്രിക്കുഹും അസ്സാഅ, ആരെയാണോ ഖിയാമത്ത് നാൾ പിടികൂടുന്നത്. അപ്പൊ ഖിയാമത്ത് നാളിൽ അവശേഷിക്കുന്ന ആളുകൾ ആരാണ്? ഖിയാമത്ത് നാൾ വരുമ്പോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരാണ്? അവരാണ് ജനങ്ങളെ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ, ഒരു വിഭാഗം. രണ്ടാമത്തേത് വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. അവരാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ആളുകൾ, ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ. വഹാദൽ ഹദീസ് ഫീ സഹീഹുൽ മുസ്നദ്. തയ്യിബ്, ഈ ബാബിൽ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ്. അവര് ഹബശയിലേക്ക് ഹിജ്റ പോയ സമയത്ത് അവിടെയുള്ള നസ്രാനികളെ കനീസയിൽ കണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. മുഹാജിറായിക്കൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബശയിലേക്ക് പോയത്. ഉനാസിം മിന സ്വഹാബ മിൻ മക്ക ഇലൽ ഹബശ, അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഹിജ്റ. മക്കയിൽ നിന്ന് ഹബശയിലേക്ക് സ്വഹാബികളുടെ കൂടെ അവര് ഹിജ്റ ചെയ്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് മദീനയിലേക്ക് അവർ ഹിജ്റ ചെയ്തു. അങ്ങനെ രണ്ട് ഹിജ്റകളാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്ലദീന ഹാജറു ഇലൽ ഹബശ ലഹും ഹിജ്റത്താൻ, ഹബശയിലേക്ക് ഹിജ്റ ചെയ്ത ആളുകൾ, അവർക്ക് രണ്ട് ഹിജ്റയാണ്. രണ്ട് ഹിജ്റയുടെ പ്രതിഫലമാണ് അവർക്കുള്ളത്. ഒന്ന് മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, പിന്നീട് മദീനയിലേക്ക്. അങ്ങനെ അവർ മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കനീസയിൽ കണ്ട കാര്യങ്ങൾ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിക്കുകയും ചെയ്തു. ഖാല ഉലൈകി ശിറാറുന്നാസ്, ജനങ്ങളെ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ള ആളുകളാണ് അവർ. ഉലൈകി ശിറാറുന്നാസ് ഔ ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായിട്ടുള്ള സൃഷ്ടികളാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെ തൊട്ട്, അതായത് ഖബറുകളെ മസ്ജിദാക്കുന്നതിനെ തൊട്ട് ഈ ഒരു സന്ദർഭത്തിൽ, അവർ ഹബശയിൽ നിന്ന് മടങ്ങി വന്ന സന്ദർഭത്തിൽ താക്കീത് ചെയ്തു. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ തൊട്ട് റസൂലുള്ളാഹി വിരോധിച്ചു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. പിന്നെ മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് 5 ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് ജുന്ദു ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നത് പ്രകാരം അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക്. طيب ونهى عن ذلك في يوم موته وفي مرض موته. അപ്പോൾ ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? അലാ ഖൗഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യത്തഖിദ അന്നാസ് ഖബ്റഹു മസ്ജിദൻ വമസാറൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു, ജനങ്ങൾ തന്റെ ഖബറിനെ മസ്ജിദാക്കുമോ അല്ലെങ്കിൽ മസാർ എന്ന് പറഞ്ഞാൽ മഖാം ജാറം പോലെ അതാക്കി തീർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഇന്ന് ആളുകൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് സമീപം വെച്ച് പ്രത്യേകമായി കൊണ്ട് ദുആ ചെയ്യുകയും അതുപോലെ മറ്റ് ഇബാദത്തുകൾ ചെയ്യുന്നത് കാണാം. എല്ലാവരും അല്ല, നേരെ മറിച്ച് ഖുബൂരികളായിട്ടുള്ള ആളുകൾ, ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിലെ ആളുകളോട് വിളിച്ച് തേടുന്ന ആളുകൾ, ഖബറിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സഹായിക്കും, അതുപോലെ തന്നെ ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയും തുടങ്ങിയിട്ടുള്ള ബാത്തിലായ അഖീദയുള്ള ആളുകൾ. അവര് റസൂലുള്ളാഹിയുടെ ഖബർ മാത്രമല്ല മറ്റ് സ്വാലിഹീങ്ങളുടെയും അതുപോലെ സ്വാലിഹീങ്ങളല്ലാത്തവരുടെയും ഖബറുകളെ മസ്ജിദുകളാക്കിയിട്ടുള്ള ആളുകളാണ് ഖുബൂരികൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? ലാ തത്തഖിദു ഖബ്രി ഈദൻ, നിങ്ങൾ എന്റെ ഖബറിനെ ഈദിന്റെ സ്ഥലമാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷം. ഖബറുകളെ ആഘോഷത്തിനുള്ള സ്ഥലങ്ങളാക്കരുത്. ലാ തത്തഖിദു ഖബ്രി ഈദൻ വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി ഹൈസു കുൻതും, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും എന്റെ അടുക്കൽ എത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി മദീനയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, റസൂലിന്റെ ഖബറിന്റെ സമീപം പോകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് എവിടെയായിരുന്നാലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നതാണ്. ലാ തത്തഖിദു ഖബ്രി ഈദൻ വസല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി ഹൈസു കുൻതും മൻ സല്ല അലയ്യ ഫി അയ്യി മകാൻ, ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും ശരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് റസൂലിന്റെ ഖബറിലേക്ക് എത്തും. ഫമാ ഹുക്മുൽ ലദീ യദ്ഹബു ഇലാ ഖബ്രി വയുസല്ലി അലൈഹി അല്ലദീ യശുദ്ദു റിഹാൽ ഇലാ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്തേക്ക്, ഖബറിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രത്യേകമായി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അതിന്റെ ഹുക്കം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ല, റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നില്ല, നേരെ മറിച്ച് റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി റസൂലുള്ളാഹിന്റെ ഖബറിനെ സന്ദർശിക്കുന്ന, അങ്ങോട്ട് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്നതിന് ഹുക്കം എന്ന് പറയുന്നത് അതെന്താണ്? ഗുലുവാണ്. വഹദ ബിദ്അ. فإن صاحبه غلو ومبتدع كما قال أهل العلم. ആ വ്യക്തി ഗുലുവിന്റെ ആളാണ്, അതുപോലെ തന്നെ ബിദ്അത്തുകാരനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സല്ലു അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി ഹൈസു കുൻതും, നിങ്ങൾ എന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കൽ എത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലിന് വേണ്ടിയുള്ള ദുആയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യലാണത്. അപ്പൊ നമ്മുടെ ദുആക്ക്, നമ്മുടെ സ്വലാത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യക്കാരനാണോ? ആവശ്യക്കാരനല്ല, നേരെ മറിച്ച് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് നമുക്കാണ്. അതിനാവശ്യക്കാരൻ നമ്മളാണ്. റസൂലുള്ളാഹിയുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നതിന്റെ ആവശ്യക്കാർ നമ്മളാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലൈഹി സ്വലാത്തൻ വാഹിദ, ആരാണ് എന്റെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലിയത് സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ, അല്ലാഹു തആല അവന്റെ മേലെ 10 സ്വലാത്ത് ചൊല്ലും. റവാഹുൽ ബുഖാരി വ മുസ്ലിം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലെയുള്ള നമ്മുടെ സ്വലാത്ത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. വഹിയ ദുആഉൻ ലഹു, അത് അദ്ദേഹത്തിനുള്ള ദുആയാണ്, അതിന്റെ പ്രതിഫലം നമുക്കാണ്. فالذي يأتي إلى القبر سواء قبر النبي صلى الله عليه وسلم ليدعوه أو يسأله فهذا مشرك بالله سبحانه وتعالى. ഇനി റസൂലുള്ളാഹിയുടെ ഖബറിന് സമീപമാകട്ടെ അതല്ലാത്ത മറ്റ് ആളുകളുടെ ഖബറിന്റെ അടുത്താകട്ടെ അവിടെ വന്നുകൊണ്ട് അതിനോട് ആ ഖബറാളികളോട് ദുആ ചെയ്യലും ആ ഖബറാളികളോട് ചോദിക്കലും, അങ്ങനെ ചെയ്താൽ ആ വ്യക്തി മുശ്രിക്കാണ്. മുശ്രിക്കും ബില്ലാഹ് സുബ്ഹാനഹു വതആല. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ ഹുവൽ ഗുലൂ, എന്താണ് ഗുലൂ എന്ന് പറഞ്ഞാൽ?